എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്. ഉണരൂ ക്രിസ്ത്യാനികളെ ഉണരൂ എന്ന യൂട്യൂബ് ചാനലിലേക്ക്, ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് എല്ലാ പ്രിയ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തോളൂ. ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ, പുതിയ നിയമത്തിൽ ദശാംശത്തെപ്പറ്റി ഒന്നും പറയുന്നില്ലേ, വേറിട്ട ഫണ്ടിത. ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വിചിത്രമായോ അല്ലെ വ്യത്യസ്തമായോ, അല്ലെങ്കിൽ ഈ വേറിട്ട ഫണ്ടിതൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെപ്പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടാകാം. വേറിട്ട കാഴ്ചകൾ എന്നൊരു പേരിൽ യൂട്യൂബിൽ ഒരു ചാനൽ നടത്തുന്ന ഡേവിഡ് തോമസ് അടിമാലി എന്നുള്ള ഒരു മാന്യ വ്യക്തിയെയാണ് ഞാൻ വേറിട്ട ഫണ്ടിതൻ എന്ന് വിളിച്ചത്. പണ്ഡിതനല്ല, ഫണ്ടിതൻ, FUN, പണ്ഡിതൻ. അങ്ങനെ പേര് പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ചാനലിലെ പ്രധാനപ്പെട്ട വിശേഷം എന്നുള്ളത് എല്ലാവരെയും വിധിക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും കുറ്റങ്ങൾ കണ്ടെത്തി സ്വയം പണ്ഡിതനാവുവാൻ ശ്രമിക്കുക. അതായത് ആരെങ്കിലും എന്തെങ്കിലും ഒരു വിവരക്കേട് പറഞ്ഞാൽ ഞാൻ അതിനെ മറുപടി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഇരട്ടിയായിട്ടുള്ള വിഡ്ഢിത്തരം വിളിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ കോമഡികൾ പറഞ്ഞ് സ്വയം പണ്ഡിതനാവാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ അയാളെ ഫണ്ടിതൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഏകദേശം 100-ലധികം വീഡിയോകളുണ്ട്. എല്ലാ വീഡിയോകളിലും ദുരുപദേശവും വിവരക്കേടും മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഡേവിഡ് തോമസ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണുകയും അതിന് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമൻറ്റുകൾ ഇടുകയും ചെയ്യും. മറുപടി ഒന്നും തരത്തില്ല, കാരണം അദ്ദേഹം പറഞ്ഞത് മണ്ടത്തരമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ആ കമൻറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് വിഡ്ഢിത്തരമാണെന്ന് ഈ കമൻറ്റുകൾ വായിക്കുന്ന മറ്റ് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും എന്ന് ഭയന്ന് അദ്ദേഹം കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അതായത് ഒരുതരം ഭീരുത്വത്തിൻ്റെ ആത്മാവുള്ള മനുഷ്യൻ, തൻ്റെ കുറ്റങ്ങളെ വിളിച്ചു പറയുന്നവരെ ഒതുക്കി നിർത്തുന്ന ഒരു മുടന്തൻ സ്വഭാവമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ അദ്ദേഹം പറയുന്നത് ദുരുപദേശങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണെന്ന്. അദ്ദേഹം തന്നെ ഏറ്റവും വലിയ ദുരുപദേശമാണ് പറയുന്നത്. എന്നാൽ ഒരു ഉപദേശം പോലും ദൈവവചനത്തിൽ മനുഷ്യൻ അനുസരിക്കേണ്ട കൽപ്പനകൾ, ദൈവം ചെയ്യണം എന്ന് പറഞ്ഞ കൽപ്പനകളോ ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പനകളോ, ഒരൊറ്റ കൽപ്പനകൾ പോലും അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടി 100-ലധികം പേരെ ചാനലിൽ കൂടി ഒരൊറ്റ വീഡിയോയിൽ കൂടിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പെന്തക്കോസ്ത് വിശ്വാസിയാണ്. എന്നാൽ പെന്തക്കോസ്തിലുള്ള എല്ലാ ആൾക്കാരെയും കുറ്റം പറയലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. കുറ്റം പറഞ്ഞ് സ്വയം പണ്ഡിതനാവാൻ ശ്രമിക്കുന്ന ഒരു അല്പനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടി അതായത് ഒരാഴ്ച 2 ആഴ്ച മുമ്പ് ടിനു ജോർജിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അതും ചെയ്തതിൽ പുതിയ നിയമത്തിൽ ദശാംശത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം, പുതിയ നിയമ പുസ്തകത്തിൽ ദശാംശത്തെപ്പറ്റി പറയുന്നത് വചനം പഠിപ്പിക്കുന്നവർക്ക് മാത്രമാണ് ദശാംശം കൊടുക്കേണ്ടതെന്നും, എന്നാൽ പെന്തക്കോസ്ത് സഭകളിലെ പാസ്റ്റർമാർക്ക് ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പെന്തക്കോസ്ത് പാസ്റ്റർമാർ വചനം വിശ്വാസികളെ പഠിപ്പിക്കുന്നില്ല. എൻ്റെ ചാനൽ, അതായത് വേറിട്ട കാഴ്ചകൾ എന്ന ചാനൽ 100-ൽ-അധികം വീഡിയോകൾ അദ്ദേഹം ചെയ്തു. അതിലെല്ലാത്തിലും വചനം പഠിപ്പിക്കുന്ന വീഡിയോകളാണ്. അതുകൊണ്ട് ദശാംശം വാങ്ങാൻ യോഗ്യൻ ഞാൻ മാത്രമാണ്. വേറെ ഒരു സഭയിലെ പാസ്റ്റർമാർക്കോ അല്ലെങ്കിൽ മറ്റ് സഭയിലെ ആർക്കോ കൊടുക്കുവാൻ യോഗ്യതയില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ അപാര തള്ള്. വചനത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ദശാംശം എന്ന് പറയുന്ന ഒരു ഉപദേശം പുതിയ നിയമത്തിൽ ഇല്ലേ? ഇല്ല. ആകെയുള്ളത് ഗലാത്യർക്കെതിരെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനത്തിൽ വചനം പഠിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം.
സത്യം പറഞ്ഞാൽ ഇന്നത്തെ സഭകളില് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളിൽ നിന്ന് പണം വാങ്ങുവാൻ ആർക്ക് അതിനുള്ള അർഹതയുണ്ട്? കാരണം വചനം പഠിപ്പിക്കുന്നവൻ വേണം ഇത് മേടിക്കാൻ. എത്ര സഭകളിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്? പുതിയ പുതിയ ഉപദേശങ്ങൾ വരുമ്പോൾ അതിന്റെ പിന്നാലെ പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ കാരണം അവരെ വചനം പഠിപ്പിക്കുന്നില്ല. വചനം എന്താ പറയുന്നത്? വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് സത്യവചനം പഠിപ്പിക്കാനാണ്. അദ്ദേഹത്തിന്റെ ചാനലിൽ കൂടി അദ്ദേഹം പറഞ്ഞ ഈ 3 കാര്യങ്ങൾ ശരിയാണോ, വിവരക്കേടാണോ, ദുരുപദേശമാണോ, അതോ വചനം പഠിപ്പിക്കുന്നതാണോ എന്ന് നമുക്കൊന്ന് തിരുവെഴുത്തിലൂടെ പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വാദം എന്നുള്ളത് പുതിയ നിയമത്തിൽ ദശാംശം എന്നൊരു കൽപ്പനയെ പറയുന്നില്ല എന്നാണ്. രണ്ടാമത് പറയുന്നത് പുതിയ നിയമത്തിൽ ദശാംശത്തെ പറ്റി പറയുന്നത് വചനം പഠിപ്പിക്കുന്ന തന്നെ പോലെയുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നും. മൂന്നാമത്തെ കാര്യം പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ വിശ്വാസികളെ വചനം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ മൂന്നാമത് പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഈ വേറിട്ട പണ്ഡിതനുമായി പൂർണ്ണമായും 100% യോജിക്കുന്നു. കാരണം പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് വചനം പഠിപ്പിക്കുവാൻ വചനത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നുള്ളത് പരിപൂർണമായ സത്യമാണ്. ബൈബിളിൻ്റെ ബേസിക് പോലും പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് അറിയില്ല. പെന്തക്കോസ്റ്റ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അവർക്കറിയില്ല. ഒരു ഇടയൻ, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇടയൻ്റെ ജോലി എന്താണ്? അല്ലെങ്കിൽ സഭയുടെ അധ്യക്ഷൻ, അല്ലെങ്കിൽ മൂപ്പൻ, അല്ലെങ്കിൽ സഭയിലെ ഇടയൻ, ആർക്കൊക്കെ ആവാം, ഏത് പ്രായത്തിലാവാം. ഒരു സഭാ പാസ്റ്ററിൻ്റെ യോഗ്യത എന്താണ്? ഇതൊന്നും അറിയാത്ത, ബൈബിൾ കോളേജിൽ പോയി 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ, ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവന് സഭാ പാസ്റ്ററായി മാറിക്കഴിഞ്ഞു. ഇതിനെപ്പറ്റി ഈ വീഡിയോയിൽ പറഞ്ഞാൽ ഒക്കില്ല. പാസ്റ്റർമാർ എങ്ങനെ ആവണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റി ഉള്ളതല്ല ഈ വീഡിയോയിലുള്ള വിഷയം. പെന്തക്കോസ്റ്റ് പാസ്റ്റർമാർക്ക് വചനം അറിയില്ല എന്നുള്ള കാര്യത്തിൽ ഡേവിഡ് അടിമാലി ബ്രദർ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. കാരണം ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ള അറിവ് അവർക്കുള്ളൂ. ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വചനത്തിൻ്റെ ബേസിക് പോലും അറിയില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അവർ പഠിപ്പിച്ചു വിടുന്നത് ദുരുപദേശമാണ്. വചനത്തിൽ ദൈവം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുവാൻ പഠിപ്പിക്കുന്ന ഉപദേശമാണ് പെന്തക്കോസ്തിലേത്. ദൈവം മനുഷ്യർ ചെയ്യരുത് എന്ന് പറഞ്ഞ വചനങ്ങൾ ചെയ്യുവാൻ ഉൽപ്രേരിപ്പിക്കുന്ന ഒരു ഉപദേശമാണ് പെന്തക്കോസ്ത് ബൈബിൾ കോളേജിലുള്ളത്. ആ ബൈബിൾ കോളേജിൽ പഠിച്ച പാസ്റ്റർമാർ, അല്ല ബൈബിൾ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾ പാസ്റ്റർമാരെ വരുമ്പോൾ സഭയിൽ അതാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ ഈ 3 തലമുറ കഴിഞ്ഞ പെന്തക്കോസ്തിൽ എങ്ങനെയാണ് പരിജ്ഞാനം ഉണ്ടാകുന്നത്? പഠിപ്പിക്കാൻ കഴിയില്ല. അത് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. പുതിയ നിയമത്തിൽ ദശാംശത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നുള്ള വാദത്തെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് തള്ളാണോ അതോ സത്യമാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ദശാംശത്തിൻ്റെ മറ്റൊരു പേരാണ് പതാരം. പിന്നെ 10ൽ 1 എന്നൊരു വാക്കും തിരുവെഴുത്തിലുണ്ട്. ഇനി പുതിയ നിയമത്തിൽ ദശാംശത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് പുതിയ നിയമം, ആരുടെയാണ് പുതിയ നിയമം എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പുതിയ നിയമം ന്യായപ്രമാണത്തിൻ്റെ 2ാമത്തെ ഘട്ടമാണ്. ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെ പ്രവാചകനാണ് യോഹന്നാൻ. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ പ്രവാചകനാണ് യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിൽ തുടങ്ങി അപ്പോസ്തലന്മാർ കൂടി സംസാരിച്ച വാക്കുകൾ, വചനങ്ങളാണ് പുതിയ നിയമങ്ങൾ. ഇനി യേശുക്രിസ്തു പുതിയ നിയമത്തിൽ ദശാംശത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിച്ച് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൽ 33 മുതൽ തുടങ്ങുന്ന വാക്യവും ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 42 മുതൽ തുടങ്ങുന്ന വാക്യങ്ങളും ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ യേശു പുതിയ നിയമത്തിൽ ദശാംശത്തെപ്പറ്റി പറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം മത്തായിയിലെ
23-ാം അധ്യായത്തിലെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പദാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിച്ചു കളയാതിരിക്കുകയും വേണം എന്നാണ് യേശുക്രിസ്തു അവിടെ പറയുന്നത്. അപ്പോൾ പദാരം കൊടുക്കണം. ജീരകം, ചതകുപ്പ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായ നന്മയാണ്, സാമ്പത്തികമായ നന്മ. ഇത് നമുക്ക് ദൈവം തരുന്ന എല്ലാ നന്മയിലും അതിൻ്റെ 10 ഓഹരി, വിധവകൾ, അനാഥർ, പരദേശികൾ, സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യ പുരോഹിതർ, ഈ 4 പേർക്കുമാണ് ദശാംശം കൊടുക്കേണ്ടത് എന്നാണ് ന്യായപ്രമാണ കൽപ്പന. അല്ലാതെ വേറെ ആർക്കും കൊടുക്കണമെന്ന് നിയമമില്ല. ന്യായപ്രമാണ കൽപ്പനയിലെ പുരോഹിതന്മാർക്ക് കൊടുക്കേണ്ട ദശാംശം എന്നുള്ളത് സമാഗമന കൂടാരത്തിൽ ജോലി ചെയ്യുന്ന ലേവ്യ പുരോഹിതർക്കാണ്, അവർക്ക് മാത്രമാണ്. എന്നാൽ സമാഗമന ശുശ്രൂഷ അവസാനിച്ചു കഴിഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെ അവസാനഘട്ട ശുശ്രൂഷ മാറിക്കഴിഞ്ഞു. പുതിയ നിയമത്തിൻ്റെ ആരംഭ ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാവരും പുരോഹിത വർഗങ്ങളാണ്. ആർക്കും പ്രത്യേകിച്ച് പുരോഹിതന്മാരില്ല, എല്ലാവരും പുരോഹിതന്മാരാണ്. ചിലർ അപ്പോസ്തലന്മാരായി പ്രവർത്തിക്കുന്നു, ചിലർ പ്രവാചകന്മാരായി പ്രവർത്തിക്കുന്നു, ചിലർ സുവിശേഷകരായി പ്രവർത്തിക്കുന്നു, ചിലർ ഉപദേശകർ അല്ലെങ്കിൽ വചനം പഠിപ്പിക്കുന്നവർ ആയി പ്രവർത്തിക്കുന്നു, ചിലർ സഭയുടെ ഇടയന്മാരായി പ്രവർത്തിക്കുന്നു, സഭയുടെ അധ്യക്ഷന്മാരായി പ്രവർത്തിക്കുന്നു. ഈ 5 ശുശ്രൂഷ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാ പേർക്കും ഉണ്ട്. അപ്പോൾ ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന 5 പേർക്കും ദശാംശത്തിന് യോഗ്യതയുണ്ട്. പുതിയ നിയമത്തിൽ എല്ലാ ക്രൈസ്തവരും പുരോഹിത വർഗങ്ങളാണ്. എല്ലാവരും 5 തരം ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എല്ലാവർക്കും ദശാംശത്തിന് യോഗ്യരാണ്. അവിടെ പറയുന്നത് വലിയവൻ ചെറിയവന് കൊടുക്കുന്ന അനുഗ്രഹത്തെയാണ്, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന ഓഹരിയാണ് ദശാംശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ വായിക്കാം. പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം! നിങ്ങൾ തുളസിയിലും അരുതയിലും എല്ലാ ചീരയിലും പദാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ട് കളയുകയും ചെയ്യുന്നു. ഇത് ചെയ്യുകയും അത് തിരിച്ചു കളയാതിരിക്കുകയും വേണം എന്നാണ് യേശുക്രിസ്തു ആ ഭാഗത്തും പറഞ്ഞതായി ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദശാംശത്തിൽ ചെയ്യേണ്ടത്, നമുക്ക് ദൈവം തരുന്ന എല്ലാ നന്മയിലെ ഓഹരി അത് ദശാംശമായി കൊടുത്തേ വെക്കുള്ളൂ. ദശാംശം കൊടുക്കേണ്ടത് അത് ദൈവത്തിനാണ്. ദൈവത്തിന് അദൃശ്യനായ ആത്മാവായ ആരും കാണാത്തവനായ ദൈവത്തിന് എങ്ങനെ ദശാംശം കൊടുക്കാൻ കഴിയുമെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ആ ദശാംശം കൊടുക്കുന്നത് പുരോഹിതർക്കും അനാഥർക്കും പരദേശികർക്കും വിധവമാർക്കും ആണെന്നാണ് ന്യായപ്രമാണ കൽപ്പന. ആ കൽപ്പനയിൽ ഒരു മാറ്റവും പുതിയ നിയമത്തിൽ വെച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ കുറച്ചുകൂടെ വ്യക്തമായി പറയുന്നു, എല്ലാവരും പുരോഹിതരാണ്, അവർക്ക് എല്ലാവർക്കും ദശാംശം കൊടുക്കണം. അത് വലിയവൻ ചെറിയവനാണ് ദശാംശം കൊടുക്കേണ്ടതെന്ന് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ 31 മുതൽ 46 വരെ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവിടെ സംഭവിക്കാൻ പോകുന്ന ന്യായവിധിയെപ്പറ്റി അവിടെ കർത്താവായ യേശു ശിഷ്യന്മാർക്ക് ഒരു ഉപമയായി പറയുന്നുണ്ട്. ആ ന്യായ ദിവസത്തിൽ ശരി ചെമ്മരിയാടുകളെയും കോലാടുകളെയും പോലെ വേർതിരിച്ച് നിർത്തുകയും ചെമ്മരിയാടുകളെ അനുഗ്രഹിക്കപ്പെട്ടവരായും കോലാടുകളെ ശപിക്കപ്പെട്ടവരായും വേർതിരിക്കുമെന്നും ആ സമയത്ത് അവരോട് പറയുന്നു, ഞാൻ ദാഹിച്ചു, വിശന്നു, നഗ്നനായി നിങ്ങളെ അടുക്കൽ വന്നു, രോഗിയായി വന്നു, ജയിലിൽ കിടന്നു, ഞാൻ അവിടെയൊക്കെ നിങ്ങൾ എന്നെ കാണുവാൻ എനിക്ക് വിശന്നപ്പോൾ ആഹാരം തന്നു, ദാഹിച്ചപ്പോൾ വെള്ളം തന്നു, നഗ്നനായി വന്നപ്പോൾ വസ്ത്രം തന്നു, ഞാൻ രോഗിയായി കിടന്നപ്പോൾ എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ ജയിലിൽ ഏകനായി കിടന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആശ്വാസം നൽകി. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായ ചെമ്മരിയാടുകൾ ആ കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ, ഞാൻ എപ്പോഴാണ് അങ്ങേക്ക് ആഹാരം തന്നത്, വെള്ളം തന്നത്, വസ്ത്രം തന്നത്, രോഗിയായി കിടന്നപ്പോൾ സന്ദർശിച്ചത്, ജയിലിൽ കിടന്നപ്പോൾ ആശ്വാസ വാക്കുകൾ വന്നെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളിൽ
ചെറിയ ഒരുത്തന് ചെയ്തു കൊടുക്കുന്നത് എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത്. അപ്പം ദൈവത്തിന് കൊടുക്കുന്ന ദശാംശം എന്നുള്ളത് വലിയവൻ ചെറിയവന് കൊടുക്കുന്ന അനുഗ്രഹത്തെയാണ്, സഹായത്തെയാണ്. അത് സാമ്പത്തികം മാത്രമല്ല. അവിടെ യേശു കർത്താവ് പറയുന്നത് ന്യായം, കരുണ, വിശ്വസ്തത. ന്യായം എന്നുള്ളത് ദൈവവചനത്തിൽ ന്യായപ്രമാണത്തിൽ എന്ത് പറയുന്ന ന്യായം അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. രണ്ടാമത് കരുണ. കരുണ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ദാഹിച്ചു വരുന്നവരെയും വിശന്ന് വരുന്നവരെയും വസ്ത്രമില്ലാതെ നഗ്നായി വരുന്നവരെയും രോഗിയായി കിടക്കുന്നവരെയും ജയിലിൽ ഒറ്റപ്പെട്ട് കുറ്റ ആരോപനായി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരെയും സഹായിക്കുന്ന രീതിയാണ് കരുണ എന്ന് പറയുന്നത്. പിന്നെ വിശ്വസ്തത. വിശ്വസ്തതയാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക, ദുരുപദേശത്തിൽ വിശ്വസിക്കരുത്. അതാണ് വിശ്വസ്തത. ഇതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. വചനം പഠിച്ചാൽ പോരാ, വചനം പ്രമാണിക്കണം. വചനം പഠിച്ചതും വചനം പ്രമാണിച്ചാലും പോരാ, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. അത് ഷെയർ ചെയ്യണം. കർത്താവ് യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിളക്ക് കത്തിച്ച് തണ്ടിൻ കീഴെ വെക്കരുത്, അത് മുകളിൽ വെക്കണം. അത് ലോകമൊട്ടുക്കും പ്രകാശിക്കണം. ആ പ്രകാശം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം പഠിക്കുന്നവർ അത് ലോകത്തോട് വിളിച്ചു പറയണം. ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, രഹസ്യമാക്കിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരും ദശാംശത്തെ പറ്റി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം മുഴുവൻ ദശാംശം എന്താണ്, ദശാംശം പുതിയ നിയമത്തിൽ ആർക്കാണ് യോഗ്യത, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അത് കൊടുത്തിട്ടുള്ള നന്മ എന്താണ്, നേട്ടം എന്താണ് എന്നെല്ലാം വ്യക്തമായി ആ അധ്യായം മുഴുവൻ പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം ആ വീഡിയോ അത് വളരെ ലോങ് ആയി പോവും. അപ്പോൾ പുതിയ നിയമത്തിൽ ദശാംശത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നുള്ള വേറിട്ട ഫണ്ട് തൻ്റെ തള്ള്, അത് തള്ള് തന്നെയാണെന്ന് നമുക്ക് ഈ 2-3 വചനം കൊണ്ട് രേഖപ്പെടുത്താൻ പറ്റും. അപ്പം ദശാംശമാണ് പതാരം, പതാരമാണ് 10-1. ഈ 3 വാക്കുകളും പുതിയ നിയമത്തിലുണ്ട്. അനേകം വചനങ്ങളുണ്ട്. ഞാൻ എല്ലാ വചനങ്ങളും എടുത്ത് പറയുന്നില്ല. ഈ ചുരുക്കം ചില വചനങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അനേക ഭാഗങ്ങളിൽ ദശാംശത്തെപ്പറ്റിയും പതാരത്തെപ്പറ്റിയും 10-1 പറ്റിയും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു തള്ളെന്നുള്ളത് ഗലാത്യർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 6-ാമത്തെ ഭാഗത്തിൽ പറയുന്നു, വചനം പഠിപ്പിക്കുന്നവർക്ക് മാത്രം ദശാംശം കൊടുക്കുവാൻ അധികാരമുള്ളൂ എന്നാണ് പുതിയ നിയമം എന്നാണ് അടുത്തൊരു തള്ള്. അതായത് ഞാൻ വേറിട്ട കാഴ്ചകൾ എന്ന ചാനലിൽ കൂടി അനേകം പേരെ വചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ദശാംശം എനിക്ക് കൊടുത്താ, ടിനു ജോർജിന് കൊടുക്കണ്ട, അഞ്ചൽ ജോൺ താലുവിന് കൊടുക്കണ്ട, പിന്നെ ഇടുക്കിയിലുള്ള SJB മിനിസ്ട്രിക്കാർക്ക് കൊടുക്കണ്ട, പെന്തക്കോസുകാർക്ക് ആർക്കും കൊടുക്കണ്ട. എല്ലാവരും വേറിട്ട കാഴ്ചകൾ എന്ന ചാനൽ നടത്തുന്ന എനിക്ക് തരൂ എന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. നമുക്ക് അദ്ദേഹം പറഞ്ഞ ആ ഒരു ഭാഗം കൂടി എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഈ വീഡിയോ അങ്ങ് ചുരുക്കാം. അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണോ എന്ന് പരിശോധിച്ച് നോക്കാം. വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം എന്നാണ് പറയുന്നത്. അവിടെ ദശാംശം കൊടുക്കണം എന്നല്ല പറയുന്നത്, ഓഹരി. ഇത് മലയാള ബൈബിളിലുള്ള പരിഭാഷയുള്ള മിസ്റ്റേക്കാണ്. മലയാളം ബൈബിള് ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നാണ് പരിഭാഷപ്പെടുത്തിയത്. ആ മലയാളം ബൈബിളിൽ ഒരുപാട് തെറ്റുകളുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിള് തർജ്ജമപ്പെടുത്തിയത് ഹീബ്രു ബൈബിളിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രീക്ക് ബൈബിളിൽ നിന്നോ ആയിരിക്കാം. ആ ഇംഗ്ലീഷ് ബൈബിളിൽ പോലും മലയാളത്തോട് കൺവെർട്ട് ചെയ്തപ്പോൾ അതിൽ ഒരുപാട് തെറ്റുണ്ട്. ബൈബിളിൻ്റെ തുടക്കം തന്നെ തെറ്റാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ്. അതായത് ദൈവം ആദ്യമായി സൃഷ്ടിച്ചത് ഹെവൻസും എർത്തും എന്നാണ്. ഹെവൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ജീവികൾ എന്നാണ്. എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി. ആദ്യം ദൈവം സൃഷ്ടിച്ചത് സ്വർഗീയ സൃഷ്ടികളെയാണ്, സ്വർഗീയ ജീവികളെയാണ്. രണ്ടാമത് ഭൂമിയെയാണ് എന്നാണ് അവിടെ എഴുതി ചേർത്തിരിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇത് പൊട്ടത്തെറ്റാണ്. ഹെവൻസ് എന്ന് പറഞ്ഞത് സ്വർഗീയ ജീവികളാണ്. സ്വർഗീയ ജീവികൾ എന്ന് പറഞ്ഞാൽ ദൂതന്മാർ, മാലാഹമാർ, കെരൂബുകൾ, സാറാപത്തുകൾ, ഇങ്ങനെയുള്ള സ്വർഗജീവികളെ പറ്റിയാണ് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവരെ സൃഷ്ടിച്ചതിന് ശേഷമാണ് എർത്ത്, ഭൂമിയെ ദൈവം സൃഷ്ടിച്ച് എഴുതിയിരിക്കുന്നത്. ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ 6-ാമത്തെ ഭാഗ്യത്തിൽ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വൺ ഹു ഈസ് തോട്ട് ദി വേർഡ് മസ്റ്റ് ഷെയർ ആൾ ഗുഡ് തിങ്സ്
വിത്ത് ദി വൺ ഹു ടീച്ചസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് വചനം പഠിപ്പിക്കുന്നവൻ എല്ലാ നല്ല കാര്യങ്ങളിലും അത് ഗുരുവുമായി ഷെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് അവൻ്റെ എല്ലാ നന്മകളെന്ന് പറയുമ്പോൾ അവൻ്റെ പ്രവൃത്തികളാണ്. അവൻ്റെ തെറ്റുകളോ അല്ലെങ്കിൽ നല്ല പ്രവൃത്തികളോ എല്ലാം അത് ഗുരുവുമായി ഷെയർ ചെയ്യണം. നീ ചെയ്തത് ശരിയാണോ, നീ ചെയ്തത് തെറ്റാണോ എന്ന് ഉപദേശിച്ചു കൊടുക്കുവാൻ ആ ഗുരുവിന് ആ ശിഷ്യനോടൊരു ബാധ്യതയുണ്ട്. നമ്മൾ നാടൻ ഭാഷയിൽ പറയുമല്ലോ, നീ വക്കീലിനോടും ഡോക്ടറോടും ഒന്നും ഒളിച്ചു വെക്കരുത്. ഒളിച്ചു വെച്ചാൽ വക്കീലിനോട് സത്യങ്ങൾ തുറന്നു കഴിഞ്ഞാൽ മാത്രമേ വക്കീല് ആ നിയമത്തിൻ്റെ ആ വഴി സഞ്ചരിച്ച് അവനെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡോക്ടർ നിന്റെ ശരിയായ രോഗം നീ ഡോക്ടറോട് പറഞ്ഞാൽ മാത്രമേ ഡോക്ടർക്ക് നിന്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കി നിനക്കതിനുള്ള ചികിത്സ തരാൻ കഴിയുള്ളൂ. അതുപോലെയാണ് ഇവിടെ പറയുന്നത്, വചനം പഠിപ്പിക്കുന്നവൻ അവൻ്റെ എല്ലാ നല്ല കാര്യങ്ങളിലും അത് ഗുരുവുമായി വചനം പഠിപ്പിക്കുന്നതിനുമായി ഷെയർ ചെയ്യണമെന്ന്, അതായത് എല്ലാം തുറന്ന് സംസാരിക്കണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ദശാംശ പ്രേമികളായ അല്ലെ ദശാംശ ആർത്തി പണ്ടാരമായ ദുരുപദേശകർ ഈ ഗലാത്യരുടെ 6:6 എടുത്തിട്ട് പറയുന്നത് അത് ദശാംശത്തെ പറ്റിയാണ്. പഴയ നിയമത്തിൽ ദശാംശം 10-1, പുതിയ നിയമത്തിൽ ദശാംശം ഓഹരിയാണ്. അതായത് അവൻ സമ്പാദിക്കുന്നതിൻ്റെ പകുതി വചനം പഠിപ്പിക്കുന്നവന് അല്ലെ പാസ്റ്റർ കൊടുക്കണമെന്നാണ് ചില സഭകളിൽ ഇപ്പോഴും ഉപദേശിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് അനീഷ് കാവാലത്തിൻ്റെ പ്രസംഗം കേൾക്കാനുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് റീലായിട്ട് യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട്. അതിൽ പറയുന്നത് പുതിയ നിയമത്തിൽ ഓഹരിയാണടാ കൊടുക്കേണ്ടത്. ഓഹരി പുതിയ നിയമത്തിൽ ദശാംശമല്ല, ഓഹരിയാണ് കൊടുക്കേണ്ടത്. നിനക്ക് 100 കോടി ആസ്തി ഉണ്ടെങ്കിൽ അതിൽ 50 കോടി പഠിപ്പിക്കുന്നവൻ ആവശ്യപ്പെട്ടാൽ നീ ഓഹരി കൊടുക്കണം, അവരാവശ്യപ്പെടും നീ കൊടുക്കണം എന്നാണ് ഉപദേശിക്കുന്നത്, തെറ്റായി ഉപദേശിക്കുന്നത്. ഈ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന രീതി വെച്ച് ഇപ്പോൾ കാണുന്ന രീതി ഗലാത്യർ 6:6 വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം എന്നാണ്. അങ്ങനെ നോക്കിയാലും ദശാംശം എങ്ങനെയാകും? വചനം പഠിക്കുന്നവന് എന്താണ് നന്മ കിട്ടുന്നത്? വചനം പഠിക്കുന്നവൻ അവൻ ജീവിതത്തിൽ ഇത് അനുസരിക്കുമ്പോൾ ദൈവം അവനിൽ പ്രസാദിക്കും. അവൻ പഠിച്ചത് സ്വയം അനുസരിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്താൽ അനുഗ്രഹ പ്രസാദമുണ്ടാകുകയും അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുകയും അവൻ ദൈവത്തിൻ്റെ ആലയമായി മാറുകയും ചെയ്യും. അപ്പോൾ അവനുണ്ടാകുന്ന കൃപാവരങ്ങളാണ്. അവന് സാമ്പത്തികമായി ഒന്നും ഉണ്ടാകത്തില്ല. വചനം പഠിക്കുന്നവന് ഒരിക്കലും സാമ്പത്തിക നന്മത ഉണ്ടാവുമെന്ന് തിരുവെഴുത്ത് പുതിയ നിയമപുസ്തകത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. നാൾതോറും എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്നാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ക്രൂശ് എന്നുള്ളത് കഷ്ടതയാണ്, പീഡനങ്ങളാണ്, ത്യാഗങ്ങളാണ്, ദാരിദ്ര്യമാണ്. എല്ലാ കാര്യങ്ങളിലും മറ്റ് ലോകപ്രകാരം ജീവിക്കുന്നവരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു അവസ്ഥയാണ് ക്രൈസ്തവ ജീവിതം. അപ്പം കഷ്ടപ്പാടിലും ദുരിതപ്പാടിലും എന്ത് ഓഹരിയാണ് പഠിപ്പിക്കുന്നവന് കൊടുക്കുന്നത്? ഇതുപോലെ അനേകം ഈ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും മാത്രം പറയുന്ന ഈ വ്യക്തി ഇനിയെങ്കിലും മാനസാന്തരപ്പെടുക, വചനങ്ങളെ ശരിയായ രീതിയിൽ വായിക്കുക, മനസ്സിലാക്കുക, അതിനുശേഷം അതിനെ വ്യാഖ്യാനിക്കുക. സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു ചെറിയ കളിപ്പാട്ടമല്ല. ഇന്ന് അനേകം മനുഷ്യർ സ്വന്തം സഭകളിൽ കിട്ടാത്ത പരിജ്ഞാനം അന്വേഷിച്ച് നടക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ കസ്തൂരിമാൻ്റെ ഒരു കഥയുണ്ട്. കസ്തൂരിമാൻ ഇങ്ങനെ വനത്തിലൂടെ അലഞ്ഞു നടക്കും. കാരണം അവനിൽ ഉള്ളിലുള്ള കസ്തൂരി എന്നുള്ള സുഗന്ധത്തിൻ്റെ മണം തേടി പോകുന്നു എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. എനിക്ക് അതിൻ്റെ സത്യത്തെപ്പറ്റി കൂടുതൽ അറിയില്ല. അതുപോലെ ഈ ശരിയായിട്ടുള്ള വചനം എവിടെയാണ്? തൻ്റെ സ്വന്തം സഭയിൽ വചനം ശരിയല്ല എന്ന് അറിയുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. അവരിങ്ങനെ ശരിയായിട്ടുള്ള വചനം ഏതാണ്, എവിടെയാണ് ഉള്ളതെന്ന് അന്വേഷിച്ച് നടക്കുന്നതാണ്. അങ്ങനെ അന്വേഷിക്കുന്ന ഒരു വേദിയാണ് ഇന്ന് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിലെ ഓരോ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ പ്രായമുള്ളവരോ എങ്ങനെയായാലും അവർ വചനത്തെ വളരെ ശക്തമായി പരിശോധിക്കുന്നു എന്നുള്ളതാണ് സത്യം.
അപ്പം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്രയും വിവരക്കേടുകൾ വിളിച്ച് പറഞ്ഞാൽ വചനത്തിൽ കുറച്ചെങ്കിലും പരിജ്ഞാനമുള്ളവർക്ക് ഉള്ളതും കൂടി നഷ്ടപ്പെടുകയില്ലേ? പുതിയ നിയമത്തിൽ ദശാംശം ഇല്ലയോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ? പിന്നെ നിങ്ങൾ എന്തിനാണ് പുതിയ നിയമത്തിൽ ദശാംശം ഇല്ല എന്ന് സ്വയം വിധിക്കുന്നത്? ദൈവത്തെ പഠിപ്പിക്കാൻ പോവുകയാണോ? അതോ പുതിയ ബൈബിൾ താങ്കൾ ഉണ്ടാക്കാൻ പോവുകയാണോ? വിവരക്കേടിനും ഒരു പരിധി വേണ്ടേ? പ്രിയ സ്നേഹിത ഡേവിഡ് അടിമാലി, ഞാൻ താങ്കളെ പണ്ഡിതൻ എന്ന് വിളിച്ചു. അതൊരു പരിഹാസമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ താങ്കൾ ഒന്ന് ശരിക്കും മാനസാന്തരപ്പെടും. താങ്കൾ ഒരു പണ്ഡിതനാണ്, അല്ലൊരു കോമാളിയാണ്, ദുരുപദേശം പ്രചരിപ്പിക്കുന്ന ഒരു കോമാളിയാണ് എന്ന് താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് മാനസാന്തരപ്പെടും. ഈ വീഡിയോ ഇതുവരെ കേട്ട എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.